ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് The.person CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിലെ ബയോളജി. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കമ്പോണന്റ് പാർട്സ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഹാർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിന്റെ ബാലൻസ് ഭാഗമാണ് കമ്പോണന്റ് പാർട്സ് എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. നമുക്ക് ടൈമില്ല ഒരുപാട് ടോപ്പിക്ക് ചെയ്യാൻ, അതുകൊണ്ട് ദയവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഹാർട്ട്, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ ഒരു എന്താ പറയാ, ഫിഗർ 1.14 ഹ്യൂമൻ റെഡ് ബ്ലഡ് കോർപ്പസ്കൾസ് ബ്രാക്കറ്റിൽ ഹൈലി മാഗ്നിഫൈഡ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കമ്പോണന്റ് പാർട്സ്. നമുക്ക് പറയാം കമ്പോണന്റ് പാർട്സ്. The heart is subdivided by septum into right and left halves and a constriction subdivides each half of the organ into two cavities. The upper cavity called as atrium and the lower the ventricle. The heart therefore consists of 4 chambers, namely right and left atria and right and left ventricles. ഒരിക്കൽ കൂടി പറയാണ്, കമ്പോണന്റ് പാർട്സ്. The heart is subdivided by septum into right and left halves and a constriction subdivides each half of the organ into 2 cavities. The upper cavity called as atrium and the lower the ventricle. The heart therefore consists of 4 chambers, namely right and left atria and right and left ventricles. The division of the heart into 4 cavities is indicated on surface by grooves. The atria are separated from the ventricles by the coronary sulcus ventricular groove. സോറി, എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറ്റിപ്പോയി. ഒരിക്കൽ കൂടി പറയാണ്. The division of the heart into 4 cavities is indicated on its surface by grooves. The atria are separated from the ventricles by the coronary sulcus ventricular groove . This contains the trunks of the nutrient vessels of the heart and is deficient in front, where it is crossed by the root of the pulmonary artery. The interarterial groove separating the 2 atria is closely marked on the posterior surface, while anteriorly it is hidden by the pulmonary artery and aorta. The ventricles are separated by 2 grooves. Anterior longitudinal sulcus is situated on the sternocostal surface of the heart close to its left margins, while the posterior longitudinal sulcus is situated on the diaphragm
matic surface near the right margin. These grooves extend from the base of the ventricular portion to a node, the incis sarogestis cordis on the acute margin of the heart, just to the right of the apex. Its interior presents the following parts for examination. Component parts എന്താ പറയാ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്, അപ്പൊ ദയവേത് ക്ഷമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പരമാവധി വരാത്ത തരത്തിൽ വീഡിയോ എടുക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ സാധിക്കുന്നില്ല. എന്തായാലും ഇതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ദയവേത് ശ്രദ്ധിച്ചു പോകണം എന്നുള്ള പ്രത്യേകം പറയണം. എന്തായാലും നമുക്ക് ഇതും ഒരാഴ്ച പറഞ്ഞിട്ട് ഏതായാലും അവസാനിപ്പിക്കാം. ടൈമില്ല, എന്നാലും അത്യാവശ്യം ഈ വേർഡ്സുകൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ പറയാൻ പറ്റും തോന്നുന്നില്ല. കമ്പോണന്റ് പാർട്സ്. The heart is subdivided by septum into right and left halves, and a constriction subdivides each half of the organ into two cavities. The upper cavity called as atrium and the lower, the ventricle. The heart therefore consists of 4 chambers, namely right and left atria and right and left ventricles. The division of the heart into 4 cavities is indicated on its surface by grooves. The atria are separated from the ventricles by the coronary sulcus (auriculoventricular groove). This contains the trunks of the nutrient vessels of the heart and is deficient in front, where it is crossed by the root of the pulmonary artery. The intratrial groove separating the 2 atria is scarcely marked on the posterior surface, while anteriorly it is hidden by the pulmonary artery and aorta. The ventricles are separated by 2 grooves. Anterior longitudinal sulcus is situated on the sternocostal surface of the heart close to its left margins, while the posterior longitudinal sulcus is situated on the diaphragmatic surface near the right margin. These grooves extend from the base of the ventricular portion to a node, the incis sarogestis cordis on the acute margin of the heart, just to the right of the apex. Its interior presents the following parts for examination. നമ്മൾ ഈ വേർഡ്സ് പറഞ്ഞപ്പോൾ തെറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എന്താ പറയാ, പൾമണറി ആർട്ടറി ഉണ്ട്, ദയവേത് ക്ഷമിക്കാം. എന്താ എടുത്ത് പറയണമെന്ന് വെച്ചാൽ എന്താ പറയാ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. യൂട്യൂബ് ആയതുകൊണ്ട് പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ പരമാവധി തെറ്റ് വരാത്ത രീതിയിൽ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ആഗ്രഹം ആത്മാർത്ഥമായിട്ടുള്ളതുകൊണ്ടാണ് സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകുന്നത് എല്ലാ കാര്യങ്ങളും. എന്തായാലും ഈ വേർഡ്സുകളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ എന്താ പറയാ, വേർഡ് അത്ര ടഫായിട്ടുള്ള വേർഡൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റു വന്നതാണ്. അല്ലാതെ കുറെ എന്താ പറയാ, അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കാണ്. ഈ വേർഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതെന്താ, ഈ വേർഡ് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വേർഡാണ്. പിന്നെ ഇത് അത്യാവശ്യം എന്താ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വേർഡൊക്കെ നമ്മളിത് ഇങ്ങനെ തന്നെ കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഈ വേർഡും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ, ഞാൻ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന ഒരു വേർഡാണ് എന്ന് പറയാം. പിന്നെ അത് കണ്ടില്ലേ, ഈ വേർഡ് കണ്ടോ, ഇതൊക്കെ നല്ല
അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡെന്ന് തന്നെ നമുക്ക് പറയാം. ഇതും ശ്രദ്ധിക്കാം. ഇത്രയൊക്കെ വരുന്നുള്ളൂ ഇതില്. ബാക്കിയൊക്കെ സാധാ ലെവലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ പറച്ചു എന്താ പറയാ, നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച വേർഡ്സുകൾ ഒന്ന് ചെക്ക് ചെയ്ത് പോവുക ദയവായിട്ട്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ചിലപ്പോൾ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ഡിമ്മാവുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ദയവായിട്ട് ക്ഷമിക്കാം. ഇനി ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ ഫിഗറും നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിന് വേണ്ടി കാണിക്കുന്നതാണ് ഫിഗർ 1.15. വെറൈറ്റീസ് ഓഫ് ലിങ്കോസൈറ്റ്സ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബ്ലഡ് ബ്രാക്കറ്റിൽ ഹൈലി മാഗ്നിഫൈഡ്. നമുക്കിത് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ വീഡിയോയില്. അതൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ദ കാർഡിയാക് സൈക്കിൾ ആൻഡ് ദ ആക്ഷൻസ് ഓഫ് ദ വാൽവ്സ്. The contraindications of the heart to pump blood through the arteries to all parts of the body. These contraindications occur regularly and at the rate of about 70 min. Each wave of the contraction or period of activity is followed by a period of rest. The two periods constituting a cardiac cycle. Each cardiac cycle consists of 3 phases. 1. A short simultaneous contraction of both atria, termed the atrial systole, followed after a slight pause by 2. A simultaneous but more prolonged contraction of both ventricles, named the ventricular systole, and 3. A period of rest during which the whole heart is relaxed. അപ്പോൾ കാർഡിയാക് സൈക്കിൾ ആൻഡ് ദ ആക്ഷൻസ് ഓഫ് ദ വാൾവ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ബോക്സിലുള്ളതാണ് പറയാനുള്ളത്. അതും ദ ഹാർട്ട് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി അത് നോക്കാം. ദ ഹാർട്ട്. The heart is situated on the left side, beneath the left nipple, and is enclosed in a tug fibrous wrapping called the pericardium. Its average weight is about 340 g in men and 255 g in women. The left half and the right half of the heart is divided by a wall called septum. Each half in turn is divided into an upper chamber, auricle, and a lower chamber, ventricle. The auricle receives blood from the veins and the ventricle pumps blood into the arteries. ഇനി അടുത്തത് ഹാർട്ട് ബീറ്റ്സ്. ഹാർട്ട് ബീറ്റ്സ് ഇൻ എ നോർമൽ ഹെൽത്തി അഡൾട്ട്, the contraction and relaxation mechanism of the ventricles results in a heartbeat of about 70-72 min in males and 70-82 min in females. The contraction of ventricles is called systole and relaxation is called diastole. The heart beats more than 2000 million times and pumps more than 500 million liters of blood during the lifespan of a person. ഇനി അടുത്തത് ഫങ്ഷൻസ്. The circulation of blood in the body is regulated by the heart. The right auricle receives blood from a large vein and the left auricle receives the blood from the lungs. Heart does the following functions. A. Supplies poor blood to all parts of the body through arteries. B. Collects impure blood from organs, tissues through veins. C. Pumps impure blood into the lungs for purification.
D. Collects pure blood from the lungs. അപ്പോൾ ദ ഹാർട്ട് ബീറ്റ്സ് ഫങ്ഷൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് RBCS ഡിസീസസ്. The most common blood disease worldwide is anemia, which is characterized by an abnormally low number of RBCs or low level of hemoglobin. A major symptom of anemia is fatigue, resulting out of the blood's failure to carry enough oxygen to all the tissues. Iron deficiency anemia (a sub-disease) occurs because the marrow fails to produce sufficient RBCs. When insufficient iron is available to the bone marrow, it slows down its production of hemoglobin and RBCs. So, iron deficiency generally occurs due to poor nutrition. However, in several parts of the world, the common cause behind iron deficiency anemia are certain infections that result in gastrointestinal blood loss and the consequent chronic loss of iron. Some anemias are the result of increased destruction of RBCs, as in the case of sickle cell anemia, a genetic disease most common in persons of African ancestry. The RBCs of sickle cell patients assume an unusual crescent shape, causing them to become trapped in some blood vessels, blocking the flow of other blood cells to tissues and depriving them of oxygen. RBCs diseases നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് RBCs ഡിസീസസ് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. The most common blood disease worldwide is anemia. The most common blood disease worldwide is anemia, which is characterized by an abnormally low number of RBCs or low levels of hemoglobin. A major symptom of anemia is fatigue, resulting out of the blood's failure to carry oxygen to all the tissues. Iron deficiency anemia (sub-disease) occurs because the marrow fails to produce sufficient RBCs. When insufficient iron is available to the bone marrow, it slows down its production of hemoglobin and RBCs. So, iron deficiency generally occurs due to poor nutrition. However, in several parts of the world, the common cause behind iron deficiency anemia are certain infections that result in gastrointestinal blood loss and the consequent chronic loss of iron. Some anemias are the result of increased destruction of RBCs, as in case of sickle cell anemia, a genetic disease most common in persons of African ancestry. The RBCs of sickle cell patients assume an unusual crescent shape, causing them to become trapped in some blood vessels, blocking the flow of other blood cells to tissues and depriving them of oxygen. RBCs ഡിസീസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി ഒരു ബോക്സിനെ കൊടുത്തേക്കുന്നത്, അപ്പൊ നമുക്ക് ഇനി അത് നോക്കാം. ബ്ലഡ് സർക്കുലേഷൻ.
The credit of discovering the circulatory system goes to William Harvey, bracket 1578 to 1657. The heart and blood vessels are concerned with the blood circulation in the human body. Blood vessels consist of arteries, thick-walled tubes carrying pure blood from the heart to the tissues at high pressure. The elastic aorta, which begins at the heart and is approximately 2.5 cm in diameter, is the largest artery in a human body. The smallest arteries are known as arterioles, which are approximately 0.1 mm in diameter. Veins, thin-walled tubes that collect impure blood from the tissues and carry the same to the heart for purification in the lungs. Veins have valves to prevent the backward flow of blood, which is carried at low pressure. Veins, thin-walled tubes that collect impure blood from the tissues and carry the same to the heart for purification in the lungs. Veins have valves to prevent the backward flow of blood, which is carried at low pressure. Pulmonary artery is the only artery that carries impure blood to the lungs from the heart, while pulmonary vein is the only vein that carries pure blood to the heart from the lungs to be supplied ahead to the entire body tissues. Both impure and pure blood are forced into two ventricles by contraction of the same. The pure blood from the left ventricle goes into the large aorta, while impure blood from the right ventricle goes into the pulmonary artery. Thus, the aorta takes blood into various parts of the body. When ventricles relax, the auricles are again filled with blood and the same process is repeated. അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The atrial contraction commences around the venous opening and sweeping over the atria. Focus their contents through the AV openings into the ventricles. Regurgitation into the veins being prevented by the contraction of their muscular cords. When the ventricles contact the tricuspid and bicuspid valves are closed to prevent the passage of the blood back into the atria. The musculi papillaris are shortened at the same time and pulling on the chordae tendinae prevent the inversion of the valves into the atria. As soon as the pressure in the ventricles exceeds that in the pulmonary artery and aorta, the valves guarding the orifices of these vessels are opened and the blood is driven from the right ventricle into the pulmonary artery and from the left into the aorta. The moment the systole of the ventricles ceases, the pressure of the blood in the pulmonary artery and the aorta closes the pulmonary and aortic semi-lunar valves to prevent regurgitation of blood into the ventricles. The tension of the tricuspid and bicuspid valves is relaxed and blood flows from the veins into the atria, being aspirated by negative intrathoracic pressure and also slightly from the atria into the ventricles.
The average duration of a cardiac cycle is about 8/10 of a second, made up as follows. പിന്നെ നമ്മൾ ഇപ്പം ഈ പറയുന്ന പാരഗ്രാഫ് ആണെങ്കിലൊക്കെ തന്നെ എന്താ പറയാ തുടർച്ചയായിട്ടുള്ളതാണ്. അപ്പൊ അതൊന്നും ദയവായി ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ വായിച്ചാല് എന്താ പറയാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ദയവായത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. It consists of a recording device attached to electrodes placed at various points on a person's skin. It measures different phases of the heartbeat and traces these patterns as peaks and valleys in a graphic image known as an electrocardiogram (ECG). Changes or abnormalities in the heartbeat or in the heart rates of contraction registered on the ECG, helping doctors diagnose heart problems or identify damage from a heart attack. ഇലക്ട്രോകാർഡിയോഗ്രാഫ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ചു പോവുക. ദ കാർഡിയാക് സൈക്കിൾ ആൻഡ് ദ ആക്ഷൻസ് ഓഫ് ദ വാൽവ്സിൽ എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇവിടെ കണ്ടില്ലേ പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞിട്ട് വേറെ ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇലക്ട്രോകാർഡിയോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രേ ഉള്ളൂ. ദ കാർഡിയാക് സൈക്കിൾ ആൻഡ് ദ ആക്ഷൻസ് ഓഫ് ദ വാൽവ്സിന്റെ തുടർച്ചയാണ് ഇപ്പൊ കൊടുത്തേക്കണ ഈ പാരഗ്രാഫ്. ഇതിങ്ങനെ എന്താ പറയാ പ്രത്യേക രീതിയിലാണ് ടോപ്പിക്സ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ദയവേദിട്ട്. അപ്പൊ നമുക്ക് പറയാം. ദ rhythmical action of the heart is muscular in origin. That is, the heart muscle itself possesses the inherent property of contraction apart from any nervous stimulation. The rhythmical action of the heart is muscular in origin. That is, the heart muscle itself possesses the inherent property of contraction apart from any nervous stimulation. The more embryonic the muscle, the better it is able to initiate and propagate the contraction verb. This explains why the normal systole of the heart starts at the entrance of the veins (bracketly the muscle that is most embryonic in nature). At the AV junction, there is a slight pause in the wave of muscular contraction. To obviate this as far as possible, a peculiar band of marked embryonic type passes across the junction and carries the contraction verb onto the ventricles. The nerves through not concerned with originating the contractions of the heart muscle play an important role in regulating their force and frequency in order to observe the physiological needs of the organism. നമ്മൾ പറയണത് കറക്റ്റ് ഓർഡർ ആണെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തത് ടോപ്പിക്കൊക്കെ കാരണം ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ല നിങ്ങൾക്ക് ഇപ്പം ടോപ്പിക്സ് കിടക്കുന്ന രീതിയൊക്കെ. അപ്പം നമ്മൾ ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ വായിച്ചു പോയേക്കുന്നത്. ഇതിപ്പോ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. നേരത്തെ പറഞ്ഞ ടോപ്പിക്കിന്റെ ഇതിങ്ങനെ എന്താ പറയാ പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നതെന്ന് പറയാം. കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. കാരണം ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ വായിച്ചു പോകേണ്ടതായിട്ട് വരും. കറക്റ്റായിട്ടുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ദ rhythmical action of the heart is muscular in origin എന്നുള്ളത്
ഇവിടെ ആയിരിക്കും വരേണ്ടത്. ദ പൾമണറി ആർട്ടറി ബ്രാക്കറ്റിലെ പൾമോണാലിസ് എന്നുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് വരേണ്ടിരുന്നത്. പക്ഷെ അത് അടുത്ത പേജിലോട്ട് പോയി. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാനത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മള് ക്ലാസ് എടുത്ത് പോകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വായിച്ചു പോകും നമ്മൾ ടോപ്പിക്സുകൾ കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഈ വീഡിയോ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ രീതിക്ക് തന്നെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോ നമ്മള് ടോപ്പിക്ക് നമുക്ക് അവസാനിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവില്ല നമ്മൾ വായിച്ചു പോകുമ്പോ. കാര്യം ഇത് ഹെഡ്ലൈൻ കൊടുത്തിട്ടില്ല, ടോപ്പിക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടില്ല, പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ്. എന്നാലും നമ്മൾ തുടർച്ചയായ രീതിയിൽ തന്നെ വായിച്ചു പോയാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ. അപ്പം നമ്മൾ പറഞ്ഞതിലൊക്കെ എന്താ പറയാ, ഓർഡറിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഓരോ ടോപ്പിക്കും പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അത് അവസാനിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് തുടങ്ങണ ഒരവസ്ഥയാണ് ആ ടോപ്പിക്ക്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ ബുക്കിനെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മള് ഈ ബുക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഈ രീതിയിലാണ്. നമ്മൾ ആ രീതിയിൽ വായിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകണം. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ നല്ല ബുക്ക് തന്നെയാണ്. എന്താ പറയാ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. നമ്മളൊരു ശ്രദ്ധ ആവശ്യമാണ്. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. എനിക്ക് തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ എടുത്തു പറഞ്ഞു പോകുന്നത്. ഇത് നമ്മൾ നേരത്തെ വായിച്ചു നിർത്തിയാണ്. ഇത് താഴെയായിട്ടാണ് ഇനിയിപ്പോ ഈ ഒരു വിഭാഗം വരുന്നത്. ദ പൾമണറി ആർട്ടറി എന്നൊക്കെ ബോക്സിൽ കൊടുത്തേക്കുന്നതാണ്. നമുക്ക് ഇതും കൂടി വായിച്ചിട്ട് നമുക്ക് പോകാം. നമ്മുടെ ടൈം അനുസരിച്ചാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ടോപ്പിക്ക് നമുക്ക് നോക്കാം. നമുക്ക് ബോക്സിൽ നോക്കാം. ദ പൾമണറി ആർട്ടറി ബ്രാക്കറ്റില് പൾമോണാലിസ്. The pulmonary artery conveys the venous blood from the right ventricle of the heart to the lungs. It is a short, wide vessel about 5 cm in length and 3 cm in diameter, arising from the conus arteriosus of the right ventricle. It extends obliquely upward and backward, passing at first in front and then to left of the ascending aorta as far as the under surface of the aortic arc, where it divides at the level of the fibrocartilage between the 5th and 6th thoracic vertebrae into the nearly equal sized right and left branches. ഇനി അടുത്തത് ദ അറോട്ട. The aorta is the main trunk of a series of vessels that convey oxygenated blood to the tissues of the body for their nutrition. It commences at the upper part of the left ventricle, where it is about 3 cm in diameter, and after ascending for a short distance arcs backward and to the left side over the root of the left lung. The aorta is the main trunk of a series of vessels that convey oxygenated blood to the tissues of the body for their nutrition. It commences at the upper part of the left ventricle, where it is about 3 cm in diameter, and after ascending for a short distance arcs backward and to the left side over the root of the left lung. It then descends with the thorax on the left side of the vertebral column, passes into the abdominal cavity through the aortic hiatus in the diaphragm and ends considerably diminished in size, about 1.75 cm in diameter, opposite the lower border of the fourth
lumbar vertebrae by dividing into the right and left common iliac arteries. And it is described as several portions, namely the ascending aorta, the arc of the aorta, and the descending aorta, which is again divided into the thoracic and abdominal aortae. The aorta നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്, ദയവ് ക്ഷമിക്കാം. ഞാൻ ടഫ് വേർഡ്സും വെറൈറ്റി വേർഡ്സും ഒക്കെ വരുമ്പോഴാണ് നമ്മളത് പ്രത്യേകം എടുത്ത് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഈ വേർഡ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സൊക്കെ. അപ്പൊ നമ്മള് ദ പൾമണറി ആർട്ടറി ബ്രാക്കറ്റ് പൾമോനാലിസ് ദ റോട്ട ഒക്കെ നമ്മൾ പറഞ്ഞു. ദ റോട്ടയില് എന്താ പറയാ, കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. അബ്ഡോമിനൽ കേവിറ്റി, ഹിറ്റാസ് ഇൻ ദ ഡയഫ്രം, ആർട്ടിക് ഹിറ്റാസ് ഇൻ ദ ഡയഫ്രം, പിന്നെ iliac arteries, ascending aorta, arc of the aorta, thoracic, thorax on the left side of vertebral column, പിന്നെ thoracic, അബ്ഡോമിനൽ അറോട്ടെ, അങ്ങനെ നല്ല നല്ല വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വേർഡ്സുകളൊക്കെ ശ്രദ്ധിക്കാം. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞെന്നുള്ളൂ, ടൈം ഇല്ലെങ്കിൽ പോലും. നമ്മൾ പറയണേ തന്നെ തെറ്റ് വരുന്നുണ്ട്, അത് ഞാൻ പ്രത്യേകം പറയാണ്. നമുക്ക് ക്ഷമിക്കണം എന്ന് പറയാനേ സാധിക്കുള്ളൂ ഈ അവസ്ഥയിൽ. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് അത് ഏത് ടോപ്പിക്കിലാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പറയണതിലും തെറ്റ് വരാം. അപ്പൊ നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ ഏത് ടോപ്പിക് എടുത്താലും എല്ലാത്തിലും തെറ്റ് വരുന്ന അവസ്ഥയാണ്, പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതാണ് കൂടുതലും വരുന്നത്. അപ്പൊ അത് കണ്ടാണ് നമ്മളത് കൂടുതലും പ്രാധാന്യം എടുത്ത് പറയുന്നത്. കാരണം ഒരിക്കലും ഒരു എന്താ പറയാ, ഒരു പോയിന്റ് പോലും നമുക്ക് തെറ്റ് വരരുത് ശരിക്കും പറഞ്ഞാൽ CCT എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് പ്രത്യേകം ടൈം കളയുന്നത് പോലും. പിന്നെ നിങ്ങൾക്കൊരു അറിവിലോട്ടായിട്ട് ഇത് ഉപകരിക്കുമല്ലോ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ. സ്പെല്ലിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയാ, പ്രധാനപ്പെട്ട ഒരു വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വേർഡ്സുകളുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ നമ്മൾ നമുക്ക് പറ്റാവുന്ന ഇതിനുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും 2 പ്രാവശ്യമായാലും നമ്മൾ ചില ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ മാറ്റിയിട്ട്. ശരിക്കും എനിക്കൊരു 6 പ്രാവശ്യമൊക്കെ പറയണമെന്നുണ്ട് ശരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ടൈം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയണം ഇവിടെ. ഇതിന് മുന്നോളത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയുമായിരുന്നു. എന്തായാലും തുടക്കം നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ കുറെ തവണ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അത് എന്തുമാത്രം നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എല്ലാവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു, ദയവായിട്ട് തന്നെ. ഇനി നമുക്ക് പറയാനുള്ള ആർട്ടറീസ് ആണ്. ഈ ആർട്ടറീസ് എന്നുള്ളതും പിന്നെ വെയിൻസ് എന്നുള്ളതും ഉണ്ട് പറയാൻ. അതില് വെയിൻസിന്റെ ബാലൻസ് ഭാഗം ഉണ്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് വീഡിയോയില്. ഇതിപ്പോ ഇവിടെ വെച്ച് അവസാനിക്കാണ്. വെയിൻസില് ലാസ്റ്റ് പോയിന്റ്, ദ സിസ്റ്റമാറ്റിക് വെയിൻസ് റിട്ടേൺ ദ വീനസ് ബ്ലഡ് ഫ്രം ദ ബോഡി ജനറലി ടു ദ റൈറ്റ് ആട്രിയം ഓഫ് ദ ഹാർട്ട്. അത് കഴിഞ്ഞ് പിന്നെ കൊടുത്തേക്കുന്നത് ഈ ഒരു ബോക്സിൽ ഈ ഒരു ടോപ്പിക്സ് ആണ്. പൾമണറി വെയിൻസ് എന്നൊക്കെ പറഞ്ഞത്, സിസ്റ്റമാറ്റിക് വെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വേറെ 2 ടോപ്പിക് ഈ സൈഡിലുണ്ട്, ഹ്യൂമൻ ഹാർട്ട്, സ്റ്റെതസ്കോപ്പ്. വെയിൻസിന്റെ ബാലൻസ് ഭാഗം ദേ ഇവിടെയാണ് വന്നേക്കണേട്ടാ, കണ്ട. എനിക്കൊന്ന് മനസ്സിലാൻ വേണ്ടി കാണിക്കണമെന്നുള്ളൂ. ഇതുണ്ടല്ലേ, ഡീജനറേറ്റഡ് ഫോം,
വെച്ച് അവസാനിക്കുന്നത്. പിന്നെ അടുത്ത ടോപ്പിക്ക് പുതിയൊരു ടോപ്പിക്കാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഇനി സൈഡിലൊക്കെ ടോപ്പിക് ഉണ്ട്, മാനോമീറ്റർ, പിന്നെ കാപ്പിലറി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഈ ടോപ്പിക്സിന്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. നമുക്ക് എന്തായാലും പറ്റാവുന്നത് പറയാം, ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആർട്ടറീസ് പറയാം. ആർട്ടറീസ്, the distribution of systematic arteries is like a highly ramified tree. The common trunk of which formed by the aorta commences at the left ventricle, while the smallest ramifications extend to the peripheral parts of the body and the contained organs. Arteries are found in all parts of the body except in the hair, nails, epidermis, cartilages and cornea. Arteries communicate with one another, forming anastomosis. The communications are very free between the large as well as the smaller branches. This anastomosis are of considerable interest to the surgeon, as it is by their enlargement that collateral circulation is established after the application of a ligature to an artery. ഇതില് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കുക ദയവായിട്ട്. അടുത്തത് വെയിൻസ്. This convey blood from the capillaries of the different parts of the body to the heart. They consist of two distinct set of vessels, the pulmonary and systemic. The pulmonary veins, unlike other veins, contain arterial blood, which they return from the lungs to the left atrium of the heart. Systematic veins return the venous blood from the body, generally to the right atrium of the heart. The portal vein, an appendage to the systematic venous system, is confined to the abdominal cavity and returns venous blood from the spleen and the digestive viscera to the liver. This vessel ramifies in the substance of the liver and breaks up into a minute network of capillary-like vessels, from which blood is conveyed by the hepatic veins to the inferior vena cava. The veins commence by minutes plexuses, which receive blood from the capillaries. The branches arising from this plexuses unite together into trunks, and this in their passage towards the heart constantly increase in size as they receive tributaries or join other veins. Veins are larger and altogether more numerous than arteries. Hence, the entire capacity of the venous system is much greater than that of the arterial. The capacity of the pulmonary veins, however, only slightly exceeds that of the pulmonary arteries. The portal system of veins includes all the veins that drain blood from the abdominal part of the digestive tube with the exception of the lower part of the rectum, and from the spleen, pancreas and gallbladder. From this viscera, the blood is conveyed to the liver by the portal vein. In the liver, this vein ramifies like an artery and ends in capillary-like vessels termed sinusoids, from which blood is conveyed to the inferior vena cava by the hepatic veins. From this, it will be seen that the blood of the portal system passes through two sets of minute vessels, namely one, the capillaries,
of the digestive tube, spleen, pancreas and gallbladder, and to the sinusoids of the liver. In an adult, the portal vein and tributaries are minus valves. In a fetus and for a short time after birth, valves can be demonstrated in the tributaries of the portal vein as a rule. They soon atrophy and disappear, but in some subjects they persist in a degenerated form. The portal vein, an appendage to the systematic venous system, is confined to the abdominal cavity and returns venous blood from the spleen and the digestive viscera to the liver. This vessel ramifies in the substance of the liver and breaks up into a minute network of capillary-like vessels, from which blood is conveyed by the hepatic veins to the inferior vena cava. The veins commence by minute plexuses, which receive blood from the capillaries. The branches arising from these plexuses unite together into trunks, and this in their passage towards the heart constantly increase in size as they receive tributaries or join other veins. Veins are larger and altogether more numerous than arteries, hence the entire capacity of the venous system is much greater than that of the arterial. The capacity of the pulmonary veins, however, only slightly exceeds that of the pulmonary arteries. The portal system of veins includes all the veins that drain blood from the abdominal part of the digestive tube, with the exception of the lower part of the rectum, and from the spleen, pancreas, and gallbladder. From this viscera, the blood is conveyed to the liver by the portal vein. In the liver, this vein ramifies like an artery and ends in capillary-like vessels termed sinusoids, from which blood is conveyed to the inferior vena cava by the hepatic veins. From this, it will be seen that the blood of the portal system passes through two sets of minute vessels, namely 1. The capillaries of the digestive tube, spleen, pancreas and gallbladder, and 2. The sinusoids of the liver. In an adult, the portal vein and its tributaries the portal vein and its tributaries are minus valves. In a fetus and for a short time after birth, valves can be demonstrated in the tributaries of the portal vein. As a rule, they soon atrophy and disappear, but in some subjects they persist in a degenerated form. ഇനിയൊരു ബോക്സാണ് കൊടുത്തേക്കുന്നത്. ദ പൾമണറി വെയിൻസ് ബ്രാക്കറ്റില് വീനൈ പൾമോണാലിസ്. അത് നമുക്ക് നോക്കാം. ദ പൾമണറി വെയിൻസ് വീനൈ പൾമോണാലിസ്. ഇത് ആർട്ടറീസ്, വെയിൻസ്, അതിന്റെ താഴെ വരുന്നതാണ് കേട്ടോ ഈ ബോക്സ്. അതും കൂടി പറയാണ്. The pulmonary veins bracketly venae pulmonalis. The pulmonary veins return the arterialized blood from the lungs to the left atrium of the heart. 4 in number, 2 from each lung. They are free of valves. They commence in a capillary network upon the walls of the air sacs, where they are continuous with the capillary ramifications of the pulmonary artery and join together to form one vessel for each lobule. These vessels unite successively to form a single trunk for each lobe, 3 for the right and 2 for the left lung. The vein from the middle lobe of the
right lung generally unites with that from the upper lobe, so that ultimately two trunks from each lung are formed. They perforate the fibrous layer of the pericardium and open separately into the upper and back part of the left atrium. Occasionally, the three veins on the right side remain separate. Not infrequently, the two left pulmonary veins end in a common opening at the root of the lung. The superior pulmonary vein lies in front of and a little below the pulmonary artery. The inferior is situated at the lowest part of the hilus of the lung and on a plane posterior to the upper vein. Behind the pulmonary artery is the bronchus. Within the pericardium, their anterior surfaces are invested by the serous layer of this membrane. The right pulmonary veins pass behind the right atrium and superior vena cava, the left in front of the descending thoracic aorta. ഇനി നമുക്ക് പറയാനുള്ളത് systematic veins. The systematic veins may be arranged into three groups: those of the heart, of the upper extremities, head, neck and thorax, which end in the superior vena cava, and of the lower extremities, abdomen and pelvis, which end in the inferior vena cava. അടുത്തത് the veins of the heart. The veins of the heart: coronary sinus (bracketly sin rogastidios) (bracketly VV cordis). Most of the veins of the heart open into the coronary sinus. This is a wide venous channel about 2.25 cm in length, situated in the posterior part of the coronary sulcus and conveyed by muscular fibers from the left atrium. It ends in the right atrium between the opening of the inferior vena cava and the AV aperture. Its orifice being guarded by the semilunar valve, the valve of the coronary sinus (bracketly valve of the dibysius) (bracketly valve of the dibysius). The following cardiac veins do not end in the coronary sinus: 1. The anterior cardiac veins comprising 3 or 4 small vessels that collect blood from the front of the right ventricle and open into the right atrium, and 2. The smallest cardiac veins (bracketly veins of dibysius) consist of a number of minute veins that arise in the muscular wall of the heart. The majority open into the atria, but a few end in the ventricles. The veins of the heart: coronary sinus (bracketly sin rogastidios) (bracketly VV cordis). Most of the veins of the heart open into the coronary sinus. This is a wide venous channel about 2.25 cm in length, situated in the posterior part of the coronary sulcus and covered by muscular fibers from the left atrium. It ends in the right atrium between the opening of the inferior vena cava and the AV aperture. Its orifice being guarded by the semilunar valve, the valve of the coronary sinus (bracketly valve of
the BCs. The following cardiac veins do not end in the coronary sinus. 1. The anterior cardiac veins comprising 3 or 4 small vessels that collect blood from the front of the right ventricle and open into the right atrium. And 2. The smallest cardiac veins veins of the BCs consist of a number of minute veins that arise in the muscular wall of the heart. The majority open into the atria, but a few end in the ventricles. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ പൾമണറി വെയിൻസ് ബ്രാക്കറ്റിൽ വീനൈ പൾമോണാലിസ്, ദ സിസ്റ്റമാറ്റിക് വെയിൻസ്, ലാസ്റ്റ് ദ വെയിൻസ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താ പറയുക, ദ വെയിൻസ് ഓഫ് ദ ഹാർട്ടിലൊക്കെ നല്ല വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ദയവേത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ദ വെയിൻസ് ഓഫ് ദ ഹാർട്ടിൽ നമ്മൾ ആ വേർഡ്സ് ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ്, വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ്. ഇതിപ്പോൾ അത് ഈ വേർഡ്സ് വെയിൻസ് ഓഫ് ഞാൻ വായിക്കുന്നില്ല. വെയിൻസ് ഓഫ്, പിന്നെ ഇതൊക്കെ എന്താ പറയാ, ചിലത് അത്ര വെറൈറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ വേർഡ് പിന്നെ ഈ വേർഡ് പിന്നെ പ്രധാനപ്പെട്ടൊരു വേർഡ് ഉണ്ട് കേട്ടോ, ഈ വേർഡ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ. പിന്നെ കൊറോണറി സൈനസ്, അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. അതുകൊണ്ടാണ് നമ്മള് പിന്നെ കണ്ടില്ലേ ഓറിഫൈസ് ബീങ് ഗ്യാഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഈ ഒരു വാക്കാണെങ്കിലും ഒക്കെ നമ്മള് അത്യാവശ്യം നല്ലപോലെ എന്താ പറയാ ഓർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ്. അത് നമുക്ക് വായിച്ചു പോകുമ്പോൾ തന്നെ അറിയാം, എന്താ പറയാ, നമ്മള് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സുകൾ. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പ്രത്യേകം പറയുന്നത്, ടൈം ഇല്ലെങ്കിൽ പോലും. അപ്പൊ നമ്മള് ദ വെയിൻസ് ഓഫ് ദ ഹാർട്ട് വായിക്കുമ്പോ പിന്നെ പ്രധാനപ്പെട്ടത് മറന്നുപോയിട്ടോ, സോറി. നമ്മള് പ്രധാനപ്പെട്ടാണ് മറന്നുപോയത്. കൊറോണറി സൈനസ് ഇത് കണ്ടില്ലേ ബ്രാക്കറ്റില്, ഈ വേർഡ്, അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നമ്മൾ മറന്നുപോയതാണ് പറയാൻ. പിന്നെ ഇത് ഒക്കെ അത്യാവശ്യം നമുക്ക് ഇതെല്ലാനും അത്യാവശ്യം നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സെമി ലൂണാർ വാൽവ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈമില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെനിക്ക് പറയാൻ പറ്റാതെ പോകാനുള്ളൊരു മനസ്സ് വരുന്നില്ല. ഞാൻ പറയേണ്ടതെന്നാണ് വിചാരിച്ചത്, കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഈ വേർഡ്സുകൾ കാണുമ്പോൾ പറയാൻ തോന്നിപ്പോയാണ്, അപ്പൊ നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കത് ഉപകരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് മനസ്സിൽ. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് പറയുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാ ടോപ്പിക്സിലും ഉണ്ട് അത്യാവശ്യം നല്ല നല്ല വേർഡ്സ് ഒക്കെ. നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ ദ വെയിൻസ് ഓഫ് ദ ഹാർട്ടിലാണ് കൂടുതൽ നമ്മൾ പറഞ്ഞത്. എന്തായാലും ഈ ടോപ്പിക്സുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പോവുക, വേർഡ്സുകൾ നല്ലപോലെ മനസ്സിലാക്കി പോവുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിലും ഉണ്ട് നല്ല നല്ല വേർഡ്സുകളൊക്കെ, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. ഇതിലും ഉണ്ട്, കണ്ടില്ലേ.
ഈ ബോക്സ് ശരിക്കും ഓർത്തിരിക്കണം. ദ പൾമണറി വെയിൻസ് ബ്രാക്കറ്റിൽ വീണ പൾമോണാലിസ്, സിസ്റ്റമാറ്റിക് വെയിൻസ്, ദ വെയിൻസ് ഓഫ് ദ ഹാർട്ട്. എന്തായാലും CCTക്ക് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ ടോപ്പിക്സും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. നമ്മൾ പിന്നെ ഇത് കുറച്ച് താല്പര്യമായിട്ട് തോന്നിയോണ്ട് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് എല്ലാ വീഡിയോയിലൊന്നും ഇതുപോലെ പറയാൻ പറ്റില്ല. എന്നാലും പറ്റാവുന്ന വീഡിയോയിൽ നമ്മൾ സ്പെല്ലിങ് പറഞ്ഞു പോകും. മിക്കപ്പോഴും പറയാൻ പറ്റില്ലെന്ന് തന്നെ പറയാം. പിന്നെ അത്രയും ഈ പറഞ്ഞ പോലെ തന്നെ വേർഡ്സിന്റെ ഒരു പ്രത്യേകതയിൽ നമ്മളങ്ങ് പറഞ്ഞു പോകുന്നു മാത്രം. ഇനി നമുക്ക് പറയണത് ഹ്യൂമൻ ഹാർട്ട്. എന്റെ മൈക്കിലെ ചാർജ് തീരാതിരുന്നാൽ മതിയായിരുന്നു, കാരണം ചാർജൊക്കെ ഏകദേശം അവസാനിക്കാറായി മൈക്കില. നമുക്ക് പറയാം ഹ്യൂമൻ ഹാർട്ട്. Human heart. The heart is a dual pump circulating blood through two separate closed systems. Oxygen carrying blood leaves the left ventricle through the aorta. It circulates through the body and returns deoxygenated to the right auricle via the superior and inferior vena cava. The right ventricle pumps this blood through the pulmonary artery to the lungs, where it exchanges carbon dioxide for oxygen. Oxygenated blood then returns to the left auricle of the heart, ready for arterial circulation through the pulmonary veins. ഹ്യൂമൻ ഹാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റെതസ്കോപ്പ് ആണ് പറയാനുള്ളത്. സ്റ്റെതസ്കോപ്പ് used to listen to sounds arising especially from the heart and lungs. A stethoscope has a two-part sound detecting device at one end. The bell, bowl-shaped with a hole in the center, dictates low-pitched sounds when the rim is pressed against the skin. The other side, called the diaphragm, detects high-pitched sounds. A doctor hears the sounds through the earpieces of the stethoscope as they pass up the Y-shaped rubber tubing. ഒരിക്കൽ കൂടി പറയണം. സ്റ്റെതസ്കോപ്പ് used to listen to sounds arising especially from the heart and lungs. A stethoscope has a two-part sound detecting device at one end. The bell, bowl-shaped with a hole in the center, detects low-pitched sounds when the rim is pressed against the skin. The other side, called the diaphragm, dictates high-pitched sounds. A doctor hears the sounds through the earpieces of the stethoscope as they pass up the Y-shaped rubber tubing. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. മാനോമീറ്റർ, കാപ്പിലറി, ദ ലിംഫാറ്റിക് സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ടേബിൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ടേബിളിന്റെ ബാലൻസ് ഭാഗം, പിന്നെ ഒരു എന്താ പറയാ ഫിഗർ ആണ് പറഞ്ഞേക്കുന്നത്. ഫിഗർ 1.16 വൈറ്റൽ ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ട്, പിന്നെ ജനറേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്സ്. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസിൽ ബയോളജി. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നേരത്തെ തന്നെ. പിന്നെ നമുക്ക് പറയാനുള്ള ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, അതൊരിക്കലും മറന്നു പോവരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത്, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ വെച്ച് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ
ദയവേദ എന്നോട് ക്ഷമിക്കണം. അപ്പം നല്ലൊരു CSCT എക്സാം നിങ്ങൾക്ക് ആശംസിക്കാണ്. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് CSCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടു നോക്കണം. എൻ്റെ ഒരു വലിയൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു എന്താ പറയുക ആഗ്രഹമാണ് നിങ്ങൾ കണ്ടു നോക്കണം എന്നുള്ളത്. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അത് നിങ്ങളുടെ താല്പര്യമാണ്. എന്തായാലും വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കണം. കാരണം നമ്മൾ കുറേ ടൈമൊക്കെ കളഞ്ഞ് അത്യാവശ്യം കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ദയവ് ചെയ്ത് മുന്നോട്ട് വെക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.